സാറേ 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 നമസ്കാരം സാറല്ലേ? അയ്യോ ഏട്ടനില്ലല്ലോ. ഞങ്ങളിപ്പോ ഫോൺ ചെയ്തിരുന്നു. അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞപ്പോ വീട്ടിൽ എത്തും, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞു. ആ വന്നു. വന്നിട്ട് പെട്ടെന്നൊരു ഫോൺ വന്നിട്ട് പുറത്തേക്ക് പോയി. മണ്ടു നിങ്ങളാണോ? ആ ഇല്ലാന്ന് പറഞ്ഞാണോ അല്ലേ? അത് കാര്യം കണ്ട വാ. ആരെങ്കിലും വന്ന് അപ്പൊ തന്നെ വിളിച്ച് കയറ്റിയെടുത്തു. അതെ ഒന്നും തോന്നരുത്. വല്ല പിരിവുകാരാണെന്ന് വിചാരിച്ചായിരിക്കും അവള് ഞാൻ ഇല്ലാന്ന് പറഞ്ഞത്. ഞാൻ എന്താന്ന് വെച്ചാൽ എല്ലാവരും വരുമ്പോ അങ്ങ് കൈ അയഞ്ഞ് സഹായിക്കും. അതവർക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇത് മനസ്സിലെ ആൾക്കാര്. അപ്പൂനിപ്പോ എങ്ങനെയുണ്ട്? സുഖമായി സാർ. 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ മെല്ലെ സ്കൂളിൽ പോയി തുടങ്ങാന്നാ ഡോക്ടർ പറഞ്ഞത്. ആണല്ലേ? ഓ വെരി ഗുഡ്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, വളരെ ശ്രദ്ധിക്കണം. സാറേ അന്നത്തെ വെപ്രാളത്തിൽ എനിക്ക് സാറിനൊന്നും വന്ന് കാണാൻ കഴിഞ്ഞില്ല. സാറിനെ നേരിട്ട് വന്നൊന്ന് കണ്ട് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മന്മഞ്ചേരനെ കുട്ടി വന്നത്. അയ്യോ അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. എന്ത് നന്ദി പറയാൻ? നമ്മളൊക്കെ മനുഷ്യരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായം ചെയ്യേണ്ടി വരില്ലേ? ഇനി അങ്ങനെ നന്ദി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്ദി പറയേണ്ടത് ആ മനുഷ്യനോടാണ്, മന്മഥനോടാണ്. അയ്യോ എനിക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. സാറ് മുൻകൈ എടുത്തോണ്ടാണ് ഇത്രയും ഫണ്ടൊക്കെ കളക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റിയത്. പക്ഷേ ഞാനിതിലേക്ക് വരുന്നത് എങ്ങനെയാ? ഇദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാണ്. എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണത്, ചൽത്തേ ചൽത്തേ എന്ന് പറഞ്ഞ പാട്ട്. സാർ അത് എന്റെ ഹൈലൈറ്റ് സോങ് ആണ്. ഏത് സ്റ്റേജിൽ പോയാലും ഞാൻ ആദ്യം അതെടുത്തിട്ട് അലക്കുന്നത്. ഏതാണ്ട് ഒരു 400 സ്റ്റേജ് കഴിഞ്ഞു. അതെയല്ലേ? ഞാൻ ജീപ്പിൽ ഇങ്ങനെ വരുക, ഇത്ര മനോഹരമായ ഒരു ഗാനം ഇത്ര വൃത്തികെട്ട രീതിയിൽ ആരാണ് പാടുന്നതെന്ന് അറിയാനാണ് സത്യത്തിൽ ഞാനിവിടെ ഇറങ്ങിയത്. ആ പാട്ട് താനെ എത്ര വേദിയിൽ പാടിയെന്നാ പറഞ്ഞത്? 400. അയ്യോ 400 സ്റ്റേജിൽ പാടിയിട്ടും ആ പാട്ട് നന്നായിട്ടില്ല. അതൊന്നുകൂടെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലെങ്കിൽ ആ പാട്ടിൽ പാടണ്ട, ആ പാട്ട് വേണ്ട. ശരിയായിട്ട് അല്ലേ? അന്ന് ഈ ചേട്ടൻ അസലായിട്ടൊരു പാട്ട് പാടി. ഞാൻ നിനക്ക് എപ്പോഴും പാടിത്തരാറുള്ള പാട്ടില്ലേ, കാലങ്ങളിൽ. ആ പാട്ട് എന്ത് ഗംഭീരമായിട്ടാ പാടിയെന്നറിയാമോ ചേട്ടാ? ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പാടാമോ? പാടിക്കോ. നീ കൂടിരിക്കി. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗനി, മലർകളിലെ അവൾ മല്ലികை, കാലങ്ങളിൽ അവൾ വസന്തം. സാർ ഇത് ആദ്യം ഞാനാ പാടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ ട്രൂപ്പില്. പിന്നെ ചേട്ടൻ വന്ന പിന്നെ ഞാനങ്ങ് വിട്ടുകൊടുത്തു. അത് നന്നായി, അതാണ് ബുദ്ധി. ഇതുപോലുള്ള സൽപ്രവർത്തനങ്ങൾ നടത്തുന്ന കലാകാരന്മാരോട് എനിക്ക് പ്രത്യേക ആരാധനയാണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും ഞാനങ്ങ് കൂടെ പോകും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ കൂടെ വിളിക്കണം. ഞാനും പാടാൻ വരാം. ഞാൻ നന്നായിട്ട് പാടുന്ന ആളാണ്. സാറിന് പാടാൻ വരെ സമയം ഉണ്ടാവുമോ? ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് വരുമല്ലോ. മണ്ടു ചായ എടുക്ക്. ചായപ്പൊടിയില്ല. ചായപ്പൊടി ഇല്ലേ? ഏട്ടനോട് വാങ്ങാൻ പറഞ്ഞല്ലേ? അയ്യോ ഇന്നും ചായപ്പൊടി വാങ്ങിയില്ല. അപ്പൊ നമുക്ക് ചായ വേറൊരു ദിവസം. സാറിനെ പോലെ നല്ലൊരു ഉദ്യോഗസ്ഥനുള്ളത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടന്നത്. ഞാൻ ഒരിക്കലും അവനെയും കൂട്ടി വരാം. അപ്പൊ മാഡത്തിനൊരു സന്തോഷമാവല്ല അപ്പൂനെ. പിന്നെന്താ? എന്നാ പിന്നെ ആയിക്കോട്ടെ. പിന്നെ മന്മത മറ്റേ പാട്ടുണ്ടല്ലോ അതിനി വേണ്ട.